എവ്രിവൺ. എടാ നിങ്ങൾക്ക് എക്സാമിന് ഷീൽഡ് ഓഫ് കറേജ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റൈറ്റപ്പ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റൈറ്റപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം അല്ലെ. നീരജാസ് ഹീറോയിക് ആക്ട് ആൻഡ് അൾട്ടിമേറ്റ് സാക്രിഫൈസ് ഇൻ ദ ഫേസ് ഓഫ് ഗ്രേറ്റ് ഡേഞ്ചർ exemplify the indomitable human spirit during times of crisis. How does the title A Shield of Courage capture ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. Capture the essence of Neeraja Banot's selfless heroism and extraordinary sacrifice. Prepare a write-up exploring the significance of the title based on your reading of the passage. Okay, അപ്പോൾ ഈ നരേഷനും റൈറ്റപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താ എന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ അത് എടുത്ത് കാണാം. ഓക്കെ, മിസ് ഒന്നും കൂടി പറയാം. റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതണം. ഒരു ടോപ്പിക് ആണല്ലേ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ്, അല്ലാതെ ആ ഒരു സ്റ്റോറി മൊത്തം എഴുതി വെക്കാനല്ല. സോ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആ ഒരു കൂടുതൽ അതിന്റെ ടോപ്പിക്കിൽ അല്ലെങ്കിൽ തീമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ആർഗ്യുമെന്റ്സും നിങ്ങളുടെ വ്യൂ പോയിന്റ്സും ജസ്റ്റിഫിക്കേഷനും ഒക്കെ കൊണ്ടുവരാം. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ആൻഡ് ഫോക്കസ് മെയിൻലി ഓൺ ദ തീംസ് റാദർ ദാൻ ദ ഇവന്റ്സ് ഇൻ ദ സ്റ്റോറിയിലെ. സ്റ്റോറിയിൽ നടന്നിട്ടുള്ള ഈ ഇവന്റ്സ് ഒക്കെ ഇങ്ങനെ എഴുതുന്നതിനേക്കാളും കൂടുതൽ ആ ഒരു തീം ഷീൽഡ് ഓഫ് കറേജ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്തുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ആൻഡ് യു ക്യാൻ ഇൻക്ലൂഡ് യുവർ ഒപ്പീനിയൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്ത് ചെയ്യാം, ഒരു റൈറ്റപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. സോ എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ടൈറ്റിൽ കൊടുക്കണം. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഷീൽഡ് ഓഫ് കറേജ്. The title A Shield of Courage perfectly captures the selfless heroism and extraordinary sacrifice of Neeraja Banot. നീരജ ബനോട്ടിന്റെ ആ ഒരു സെൽഫ്ലെസ് ഹീറോയിസവും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആ ഒരു സാക്രിഫൈസ് ത്യാഗവും ഒക്കെയാണ് ഈ ഒരു ടൈറ്റിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് എ ഷീൽഡ് അല്ലെ, ഒരു ഷീൽഡ് പോലെ ഷീ പ്രൊട്ടക്ട്സ് അതേഴ്സ് ഫ്രം ഹാം. നമുക്ക് എങ്ങനെയാണോ നമ്മളൊരു ഷീൽഡ് നമുക്ക് പ്രശ്നം അല്ലെങ്കിൽ വൂണ്ട് വരുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക, അതുപോലെ ഒരു ഷീൽഡ് പോലെയാണ് അതിലെ പാസഞ്ചേഴ്സിനെയൊക്കെ അവൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നീരജ ആക്ടഡ് ആസ് എ ഷീൽഡ് ഫോർ ദ പാസഞ്ചേഴ്സ് ഓൺ പാനാം ഫ്ലൈറ്റ് 73, എസ്പെഷ്യലി ദ ഇന്നസെന്റ് ചിൽഡ്രൻ ഹും ഷീ സേവ് ബൈ റിസ്കിങ് ഹെർ ഓൺ ലൈഫ് അല്ലെ. അപ്പൊ അവിടെ കുട്ടികൾക്ക് എതിരെ വെടിയുണ്ടകൾ ഉതിർത്തപ്പോൾ നെഞ്ചു വിരിച്ച ഒരു ഷീൽഡായി മാറി ആ കുട്ടികളെ രക്ഷിച്ചതാണ് ആര്? നമ്മുടെ നീരജ ബനോട്ട്. Her bravery became a protective barrier against the danger posed by the hijackers. In the face of great danger, Neeraja did not think of her own safety. Instead, she focused on helping others to escape. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാനും എസ്കേപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നിന്നു. When the hijackers opened fire, she shielded 3 children from the bullets, sacrificing her life to protect them. അല്ലെ, അപ്പൊ ഹൈജാക്കേഴ്സ് ഫയർ ഉതിർത്തപ്പോൾ എന്ത് ചെയ്തു? മറ്റുള്ളവരെ അല്ലെങ്കിൽ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. ആൻഡ് this act of courage shows what how she put others before herself അല്ലെ. മറ്റുള്ളവർക്ക് മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ തനിക്ക് മുന്നിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ തന്നെക്കാളും വില മറ്റുള്ളവർക്കും പാസഞ്ചേഴ്സിനും ഒക്കെ കാണുന്നു. ജസ്റ്റ് ലൈക്ക് എ ഷീൽഡ് സ്റ്റാൻഡ് സ്ട്രോങ് ടു സേവ് ദോസ് ബിഹൈൻഡ് ലിറ്റ്. അങ്ങനെ തന്നെയല്ലേ ഷീൽഡ് തന്നെക്കാളും സേഫ്റ്റി ആർക്കാണ് കൊടുക്കുന്നത്? തന്നെ ധരിക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ അതിന്റെ മുന്നിൽ പ്രശ്നങ്ങളെ ചെറുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളെയും ആ ഒരു ഹേർട്ടിനെയൊക്കെ എതിർത്ത് നിൽക്കുന്ന ആളാണ് ആര്? ഷീൽഡ്. സോ ദ വേർഡ് കറേജ് ഇൻ ദ ടൈറ്റിൽ. ഇനി അടുത്തത് ഷീൽഡ് എന്നുള്ള ആ ഒരു വേർഡിനെ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റിഫൈ ചെയ്തു. അടുത്തത് കറേജ് എന്നുള്ള വേർഡാണ്. കറേജ് ഇൻ ദ ടൈറ്റിൽ ഹൈലൈറ്റ്സ് നീരജാസ് ബ്രേവറി ഡ്യൂറിങ് 17 hours ഹൈജാക്ക് ഓർഡിയർ അല്ലെ. ആ ഒരു 17 hours ഹൈജാക്ക് നടന്ന സമയത്തുള്ള ധീരജയുടെ ആ ഒരു ധൈര്യം തന്നെയാണ് കറേജ് എന്നുള്ള വേർഡ് കൊണ്ട് ടൈറ്റിലിൽ സൂചിപ്പിക്കുന്നത്. Despite the terrifying situation, she showed quick thinking, leadership and calmness. By hiding the American passenger's passport and opening the emergency door to help people escape, and she saved many lives. Her actions were truly heroic and inspiring. അതാണ് courage എന്നുള്ളത് വരാൻ കാരണം. And the title also reminds us that Neeraja's courage was not just about physical protection but also about her moral strength. Physically മാത്രമല്ല പാസഞ്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തത്, പക്ഷെ അവളുടെ മോറൽ സ്ട്രെങ്ത് ആണ് അല്ലെ. എന്തൊക്കെ പ്രശ്നം വന്നിട്ടും വളരെ കാം ആയിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാം മാനേജ് ചെയ്യാൻ ആര് പഠിച്ചിട്ടുണ്ട്? നീരജ പഠിച്ചിട്ടുണ്ട്. She stood up to the hijackers and faced death to do what was right. Her selfless sacrifice is an example of indomitable human spirit that rises in times of crisis. In conclusion,
A Shield of Courage is a powerful and fitting title ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് വീണ്ടും ജസ്റ്റിഫൈ ചെയ്യാം. It symbolizes Neeraja Banot's role as a protector and hero, and she became a shield for others through her bravery and love and sacrifice, leaving behind a legacy that inspires people all over the world. അപ്പോൾ ഇങ്ങനെ ഒരു റൈറ്റപ്പ് ചോദിച്ചാൽ എന്തായാലും എൻ്റെ മക്കൾ ഇത് എഴുതി വെക്കുക. ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ്. ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കുന്നത് ഉള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും ലൈവുമായിട്ട് എജിപ്പോയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നമുക്ക് എക്സാമിനും എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് സെറ്റ് ആക്കാം. സോ ഓൾ ദ ബെസ്റ്റ്. താഴെ മിസ്സിൻ്റെ ഫേവറേറ്റ് ഹാർട്ട്സ് ആയിട്ടുള്ള യെല്ലോ ഹാർട്ട്സ് കൂടി കമൻറ്റ് ചെയ്യുക. ബൈ, സീ യു, ലവ് യു ഓൾ.